ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശലിനേക്കാളും വലിയ തട്ടിപ്പാണ് കട്ടിള കൊണ്ടുപോയതിൽ എന്നുള്ളതാണ്. കൊണ്ടുപോയ 42.8 കിലോയുള്ള പാളികൾ തിരിച്ചെത്തിയപ്പോൾ എത്ര തൂക്കമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കൂടിയാണ് അറിയാനാകുന്നത്. ഞാൻ ടി വി പ്രസാദിലേക്ക് പോകുന്നു. പ്രസാദ്, ഇപ്പോൾ 2 റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണല്ലോ. ആദ്യത്തെ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥ തലത്തിൽ എങ്ങനെയൊക്കെ വീഴ്ച വന്നിരിക്കുന്നു, ഓരോ ഉദ്യോഗസ്ഥരും വരുത്തിയ വീഴ്ചകൾ അക്കമിട്ട് പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളായി വരുന്ന പുതിയ കുറെ പേരുകളും ആദ്യത്തെ റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ റിപ്പോർട്ട് ദേവസ്വം ബോർഡിനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനുള്ള നേരിട്ടുള്ള ഉത്തരവാദിത്വം വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ്. വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട്. 8ാം പ്രതിയായി ദേവസ്വം ബോർഡ് എത്തുന്നത് എങ്ങനെയെന്ന് ഈ റിപ്പോർട്ട് വിശദമാക്കിയാണ്. ഈ 2 റിപ്പോർട്ടുകളും തമ്മിലുള്ള ഒരു താരതമ്യം എങ്ങനെയാണ് നമുക്ക് സാധ്യമാവുക പ്രസാദ്? ശ്രുതി, ഈ സംഭവത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവരുന്നത്. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അത് 2 റിപ്പോർട്ടുകളായിട്ടാണ് സമർപ്പിച്ചത്. ആദ്യം സമർപ്പിച്ചത് ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞുള്ള സ്വർണം അതെങ്ങനെ ചെമ്പാക്കി മാറ്റി എന്നുള്ള കാര്യമായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടിൽ. പക്ഷേ അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളെ പൂർണ്ണമായി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ റിപ്പോർട്ട്, അതായത് കട്ടിളപ്പാളി പൊതിഞ്ഞുള്ള സ്വർണപ്പാളികൾ അത് ചെമ്പാക്കി കൊണ്ടുപോയി, അത് ഉണ്ടായിരുന്ന തൂക്കം അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ എത്ര എന്ന് പോലും മഹസറില്ലാതെ എപ്പോൾ ചെയ്തു എന്ന് പോലും രേഖകളില്ലാത്ത വിധം ചെയ്തു എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ റിപ്പോർട്ടിൽ ഭരണസമിതി അംഗങ്ങൾ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ സേഫ് ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തതിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കള്ളന് ഇത് കൊടുത്തുവിട്ടത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഇതിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിലെ അംഗങ്ങൾക്കുള്ള ഗുരുതരമായ വീഴ്ച. കാരണം ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. സ്മൃതി, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചുള്ള വീഴ്ചകളാണ്. ചിലർ മഹസറിൽ ഒപ്പിട്ടിട്ടില്ല, ചിലർ മഹസറിൽ ഒപ്പിട്ടിരുന്നു. ചെമ്പെന്ന് പറഞ്ഞപ്പോൾ അത് സ്വർണമാണെന്ന് ബോധ്യമായിട്ടും ചിലർ മിണ്ടിയില്ല. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യത്തെ റിപ്പോർട്ടിലെങ്കിൽ രണ്ടാമത്തെ റിപ്പോർട്ട്, അതായത് കട്ടിളപ്പാളിയെ പൊതിഞ്ഞ സ്വർണം ചെമ്പാക്കി മാറ്റിയതും അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നതുമാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്നെന്ന് പറയുന്നത് തിരിച്ചു കൊണ്ടുവന്നതിന് കണക്കില്ല എന്നത് തന്നെയാണ്. അതായത് ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതി ചേർക്കാനുള്ള റിപ്പോർട്ട് എന്നതിലുപരിയായി തിരിച്ചു കൊണ്ടുവന്നതിന് കണക്കില്ല. എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്നതിന് കണക്ക് രേഖപ്പെടുത്താതെ, മഹസർ രേഖപ്പെടുത്താതെ അന്നത്തെ ഉദ്യോഗസ്ഥ സംവിധാനം ശബരിമലയിലെ സ്വർണം കക്കാൻ കൂട്ടുനിന്നു എന്നതിന്റെ സംസാരിക്കുന്ന തെളിവാണ് രണ്ടാമത്തെ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. സ്മൃതി, അതായത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഭക്തർ പല ഘട്ടങ്ങളിലായി ശബരിമലയിലേക്ക് സ്വർണം കൊടുക്കും. അവിടെ ഭക്തർ പ്രതീക്ഷിക്കുന്നത് താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊടിമരത്തിലും ദ്വാരപാലകത്തിലും മറ്റ് സംഭവങ്ങളിലുമെല്ലാം താൻ കൊടുത്ത സ്വർണമാണ് പൂശി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ അവർ ചെയ്തത് എന്താണെന്ന് അതിന്റെ വീഡിയോ ദേവസ്വം വിജിലൻസ് പരിശോധിച്ചു. അപ്പോഴാണ് സ്മൃതി ഞെട്ടിക്കുന്ന സംഭവം അറിയുന്നത്. ഇത് യഥാർത്ഥ സ്വർണമല്ല പൂശിയതെന്ന്, തട്ടിപ്പാണ് സ്മാർട്ട് ക്രിയേഷൻസ് ചെയ്തിരിക്കുന്നത് എന്ന്. ഇവിടെ നിന്ന് കൊണ്ടുപോയ ഓരോ സ്വർണവും അത് അവർ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം, വേർതിരിച്ചെടുത്തതിന് ശേഷം അത് സ്വർണ്ണക്കട്ടിയാക്കി നാഗേഷ് എന്ന ആൾ വഴി ഈ പറയുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ് സ്മൃതി, ശബരിമലയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള തട്ടിപ്പുകാരും എല്ലാവരും ചേർന്ന് ഭക്തർ ഒരുപാട് വിശ്വസിക്കുന്ന അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കുകയായിരുന്നു എന്നതിന്റെ സംസാരിക്കുന്ന തെളിവ് രണ്ടാമത്തെ റിപ്പോർട്ടിലൂടെ പുറത്തു വരുമ്പോൾ ഇത് ഭീകരമാണ് സ്മൃതി. നമ്മൾ ആദ്യം കണ്ടതുപോലെയല്ല. ശബരിമലയിൽ നേരത്തെ 998-ലും 99-ലുമായി വിജയ് മല്യ പാകിയ സ്വർണം അപ്പാടെ കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ്